ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May his name be glorified. ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഒരു അവസരം ലഭിക്കുന്നത്. It's my first time that I'm standing with all of you and with the word of God in this manner. എനിക്ക് ഈ അവസരം തന്ന അവരോട് പ്രത്യേകം ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. I extend my gratitude to the leadership who has organized this for me. വചനത്തിൽ അത്ര പരിജ്ഞാനമൊന്നും എനിക്കില്ല. I'm not a person well versed in the scripture. എങ്കിലും ദൈവാത്മാവ് തരുന്ന ഒരു ചെറിയൊരു ചിന്ത നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But I would like to raise to your attention a small thought in what the Spirit of God enlightened my heart. ഇത് പ്യുവറായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. I would like to raise your attention to a practical subject. നമുക്കറിയാം നമ്മളെല്ലാവരും വിശ്വാസികളാണ്. We are all believers. എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, സഭയിൽ പങ്കുചേരുന്നവരാ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? In our day-to-day life, something which we do as a believer as we move forward every day. ഒരു വിശ്വാസി എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാർത്ഥനയാണ്. For a believer, the most important thing is prayer. ഒരു ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ പ്രാർത്ഥനയില്ലാതെ നമുക്ക് ഒരു കാരണവശാലും അത് സാധ്യമാകില്ല. For a believer, if he or she has to move forward, prayer is the fundamental thing in his or her life. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഏത് രീതിയിലാണ്? ഒരു വിധത്തിൽപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥന, ഇൻക്ലൂഡിങ് മീ, എല്ലാവരുടെയും പ്രാർത്ഥന എന്നുള്ളത് ഒരു തരത്തിൽ നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയല്ലേ? But most of the time when we pray, our prayers are all narrowed down to our own needs only. നമ്മുടെ ആവശ്യങ്ങൾ നടക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടാൻ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി ലഭിക്കാൻ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ മിക്കവരുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? Our prayers are narrowed down to our needs of our life and our needs that look to our children's education, our security, and those matters that surround a materialism over here. എന്നാൽ ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥനയിൽ വിട്ടുപോകുന്ന, ഞാനടക്കമുള്ള എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരും തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ അധികം സമയം ചിലവഴിക്കാറില്ല. But one thing which we fail to recognize and do as the Lord instructs to us, how we should lower down ourselves and then we need to pray over here. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസാദകരമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കണം. One thing the Lord even desires over here is how we humble down or lower down. That is what God expects from our lives. നമ്മുടെ യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ മാതൃകയും തന്നെത്താൻ താഴ്ത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. There we read from the model of our Lord Jesus Christ how he himself lowered himself down. നമ്മളും അതുപോലെ നിത്യജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന ഘടകമാണ് തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. In our day-to-day life, this is also an important element, how we should also be lowering ourselves down. ഈ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ വിട്ടുപോയാൽ, നമ്മൾ നമ്മളെ തന്നെ താഴ്ത്താതെ ഇങ്ങനെ കടന്നു പോയാൽ, അത് പിന്നെ നമ്മൾ അതിൽ പതിയെ അതിൽ മനസ്സ് തഴമ്പിച്ചു പോകുന്ന ഒരു പ്രകൃതമായി നമ്മൾ മാറും. When we do not look to lower ourselves down in our own prayer life, casually or gradually as it moves forward, we end up becoming stagnant in our faithful life to God over here. പിന്നീട് നമുക്കത് തിരിച്ചു പിടിക്കാനാവാത്ത വിധത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. And moving forward, as even when we aim forward to lower ourselves down, the pride in life will not enable us to come down in front of God. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പരിചയപ്പെടുത്താം. നമുക്കൊരു വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ അതിൻ്റെ 21-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റ് 29-ാം വാക്യം ഒന്ന് ആരെങ്കിലും വായിക്കണം. I would like to draw your attention to one such a person who could not lower himself down and who went away from God, and that's where we read in 1 Kings 21:29 a character over there. ഇത് സൈന്യങ്ങളുടെ ദൈവം ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? There we read in this is a conversation between God and the prophet Elijah. Have you seen how has Ahab humbled himself before me? നമുക്കറിയാം തിരുവെഴുത്തിൽ അനേകം രാജാക്കന്മാർ, നല്ല രാജാക്കന്മാരുടെ എക്സാമ്പിൾ ഉണ്ട്,
അനേകം ദൈവത്തിനെതിരെ ദുഷ്പ്രവൃത്തി ചെയ്ത രാജാക്കന്മാരുടെയും എക്സാമ്പിൾസ് ഉണ്ട്. We see in the scriptures there are many examples of the good kings and the bad kings over there. എന്നാൽ നല്ലവർ വളരെ ചുരുക്കമേ ഉള്ളൂ. But we see there is only a few percentage of the good kings over there. എന്നാൽ ദൈവത്തെ കോപിപ്പിച്ച രാജാക്കന്മാരോ വളരെ അധികം എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. We see many examples of the kings who made God angry. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് ഇവിടെ നമ്മൾ വായിച്ച ആഹാബ്. And there we see two of them. One is Ahab that made God angry, one of the major ones. രണ്ടാമതായിട്ട് ഇസ്രായേലിന്റെ രാജാവായിട്ടുള്ള യെരോബെയാമിനെ നമുക്ക് കാണാൻ സാധിക്കും. And there we see another king was Jeroboam. തിരുവഴുത്തിൽ എടുത്തു പറയുന്ന ദൈവത്തെ കോപിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രവൃത്തി ചെയ്ത ഒരു രാജാവായിട്ട് നമുക്ക് ആരെ കാണാൻ സാധിക്കും? ആഹാബിനെ. There we see the king who provoked God to anger, and that's Ahab. ഈ ആഹാബ് ജീവിതത്തിൽ ചെയ്ത ദുഷ്പ്രവൃത്തിക്ക് യാതൊരു ലിമിറ്റുമില്ല. There we understand when we trace back the history, there is no limit to what Ahab has done to provoke God to anger. ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും കോപിപ്പിക്കുന്ന ഒരു ഘടകമാണ് വിഗ്രഹാരാധന എന്നുള്ളത്. Ahab worked in such a manner with wickedness, how he went up to a most hatred thing, worshipping idols, and God hates that over ഈ there. ആഹാബിനെ പോലെ വിഗ്രഹാരാധനയ്ക്ക് തന്നെത്താൻ വിറ്റ് കളഞ്ഞൊരു രാജാവ് ബൈബിളിന്റെ ചരിത്രത്തിൽ ഇന്ന് ഇല്ല എന്നുള്ളതാണ് തിരുവെഴുത്ത് പറയുന്നത്. The Lord or the scripture shows to us Ahab stands as the one spectacular person who has sold himself to idol worship. ഈ രാജാവ് ശമര്യ എന്നുള്ള പട്ടണം പണിതിട്ട് അവിടെ ബാലിന് യാഗം കഴിക്കുന്നുണ്ട്, അമോര്യരുടെ രാജാവായിട്ടുള്ള അമോര്യരുടെ ദേവന്മാർക്ക് യാഗം കഴിക്കുന്നു. അങ്ങനെ പലതരത്തിൽ വിഗ്രഹാരാധനയിലേക്ക് ഇസ്രായേലിനെ പലതരത്തിലും മനസ്സ് തിരിച്ചൊരു രാജാവാണ് ആഹാബ്. Ahab built the city over there, Samaria, and also we understand how he raised the attention of Baal and the Amorite gods over there, and he was encouraging to that worship of Israel towards those people, those gods over there. അതിന് ആഹാബിന് ശക്തി കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസബേൽ. And there we see how one person that supported him in this journey was Jezebel. നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം, രണ്ടാമതൊന്നും പറയേണ്ട ആവശ്യം പോലും ഇല്ല ഈ ഭാഗങ്ങൾ. And there we not need to say it again twice. We see in the history over there. എന്നാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന നിലയിലാണ് ഈ ആഹാബ് ഒരു ദിവസം നെബോത്തിന്റെ ഒരു ചെറിയൊരു മുന്തിരിത്തോട്ടം, തൻ്റെ രാജധാനിയുടെ തൊട്ടടുത്തൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. And there we understand how one day he saw that grape vineyard in Naboth over there. ഈ രാജാവ് അത് കണ്ടിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യങ്ങളാണ് മോഹങ്ങൾ. And there we understand the desire of man never dies off over there. ഇത്ര ധനികനായിട്ടുള്ള രാജാവിനെ ഈ തൊട്ടടുത്തുള്ള ആ ഒരു ചെറിയ മുന്തിരിത്തോട്ടത്തിൽ അവൻ എന്ത് ചെയ്തു? കണ്ണുവെച്ചു. And there he paid attention and he focused on the vineyard of Naboth. പിന്നെ ആ മുന്തിരിത്തോട്ടം എങ്ങനെ കൈവശമാക്കുന്നു എന്നുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. And there we recognize what happened later as he was focusing to acquire it. ഈ നെബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് അവനെ കൊന്നിട്ട് ഇസബേൽ പറയാണ്, ഇനി നീ ധൈര്യമായിട്ട് പോക്കോ, അതെടുത്തോ. There we understand the idea of Jezebel, how she wanted to help her husband over there to acquire that vineyard of Naboth. ആ പുള്ളി ഇങ്ങനെ അത് എടുക്കാനായിട്ട് പതുക്കെ ആ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാവ് കടന്നു വരുന്നത്. And there we recognize as he was aiming to go and acquire it, Elijah comes in that side over there. അവിടെ ഏലിയാവ് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള വാക്കുകളാണ് ആഹാബിനോട് ദൈവം കൊടുത്ത വാക്കുകളാണ് ഏലിയാവ് പ്രവചിച്ചു പറയുന്നത്. There we remember how God is communicating very harsh words through Elijah. അതിൻ്റെ 1 രാജാക്കന്മാർ 21 തൊട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വായിക്കാം അത്. ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും, നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെയും ഞാൻ നിഗ്രഹിക്കും. I will wipe you out completely. I will bring evil upon you and cut off from Ahab every man child. നെബോത്തിന്റെ മകനായ യെരോബെയാമിന്റെ ഗ്രഹത്തെ പോലെയും ബയശയുടെ ഗ്രഹത്തെ പോലെയും ആക്കും. പിന്നെ അതിൻ്റെ താഴെ പറയുന്നുണ്ട്, പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. ഇനി അതിൻ്റെ താഴെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇസബേലിനുള്ളത് അവിടെ പറയുന്നുണ്ട്. ഇസബേലിൻ്റെ രക്തം എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ ഭാര്യ ഇസബേൽ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും, നായ്ക്കൾ തിന്നുകളയുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. There we read what is going to happen in future for Ahab and Jezebel, how the dogs will eat and lick the wife as well as the husband, and how he is going to suffer over there because of the evil he has done in the sight of Jehovah. എന്നാൽ ഈ ഇത്ര കഠിനമായിട്ടുള്ള ഒരു പ്രവചനം കേൾക്കുമ്പോൾ ആഹാബ് രാജാവ് അവിടെ വളരെ
വിപരീതമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. When Ahab listens to such a harsh tone of warnings over there, what does he do? He responds in a complete opposite manner. അത് കണ്ടിട്ട് ദൈവം പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. And when Ahab is doing that, God watches it. God is pleased with Ahab's action. ആഹാബ് ഇത് കേട്ട പാടെ തന്നെത്താൻ രട്ടുടുത്തിട്ട് വളരെ സാവധാനമായി നടന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Verse 28 and 29, how he is moving forward, moving in sackcloth, and he is tearing up and humbling down over there. ഒരു ചാക്ക് ശീല ഉടുത്തുകൊണ്ട് ഉപവസിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. He moved into fasting wearing a sackcloth. ഈ ഒരു തന്നെത്താൻ താഴ്ത്തിയത് കണ്ടിട്ട് ദൈവം ഏലിയാവിനോട് ചോദിക്കുകയാണ്, ആഹാബ് തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. And that's where we understand 29 how God is speaking to Elijah. Have you seen Elijah this action of എന്നാൽ Ahab? മുമ്പ് അനേക അവസരങ്ങൾ തന്നെത്താൻ താഴ്ത്തുവാൻ ഉണ്ടായിട്ടും ആഹാബ് ഈ കാര്യം ചെയ്യുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നത്. There we see many opportunities were there for Ahab to do and humble down, but he never does that. ഇവൻ 400 ബാലിന്റെ പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് വെട്ടിക്കൊല്ലുമ്പോഴും ആഹാബ് എന്ത് ചെയ്യുന്നില്ല? തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Even when we remember 400 prophets of Baal were killed by the sword over there, Ahab never humbles down over there. അനേക ദുഷ്പ്രവർത്തികളിൽ ദൈവം വാണിംഗ് കൊടുക്കുമ്പോഴും ആഹാബ് തന്നെത്താൻ താഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Even when God's warnings were there repeatedly, Ahab never humbles down. എന്നാൽ ആഹാബ്, നമ്മൾ വചനം വ്യക്തമായി പരിശോധിക്കും, നമുക്കിത് കാണാൻ സാധിക്കും, ആഹാബിന് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. And there we understand how Ahab understood consciously that he was wrong over here. എന്നാൽ ഒരിക്കലും ദൈവസന്നിധിയിൽ ഇരുന്ന് തന്നെത്താൻ താഴ്ത്തി ആ തെറ്റിനെ ഏറ്റുപറയാനായിട്ട് ആഹാബ് ഒരിക്കലും മനസ്സ് കാണിക്കുന്നില്ല. But never we understand how Ahab never confessed and came forward in repentance to God. ആഹാബ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എന്തായാലും ഇത്രയൊക്കെ ആയി, ഇനിയും അങ്ങനെ അങ്ങ് പോട്ടെ, വിട്ടുകളാം. ഇങ്ങനെ ഒരു മനോഭാവമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ആഹാബിനുണ്ടായിരുന്നു. Ahab took it casually to carry forward his life with God in front of God over there. എന്നാൽ ആഹാബ് താഴ്ത്താൻ മനസ്സ് കാണിച്ചു. ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. But there we read in verse 29 how Ahab humbled himself over there. അത് കുറച്ച് വൈകിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. But this we see it became late in his life. എന്നാൽ ഇതുമൂലം ദൈവം ആഹാബിനോട് പറയുകയാണ്, ഒരു വലിയൊരു പ്രവചനങ്ങൾ ആഹാബിനെ കുറിച്ച് പറയാം. നിന്റെ കുടുംബത്തിൽ പുരുഷ പ്രജയൊക്കെ ഞാൻ നിഗ്രഹിക്കും, നീ ഇങ്ങനെ മരിക്കും, നിന്റെ ഭാര്യ ഇങ്ങനെ മരിക്കും എന്നുള്ള വളരെ കഠിനമായിട്ടുള്ളൊരു പ്രവചനം പറഞ്ഞിട്ട് ദൈവം ആഹാബിനോട് പറയുകയാണ്, ഈ ആഹാബ് തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് സൈന്യങ്ങളുടെ ദൈവം പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ മരണശേഷം ചെയ്യുമെന്ന് പറയാം. There we understand in the previous verses how the prophecy against Ahab, Jezebel, his children, wow, what is going to happen into his house. Even after God says all this, by when 29, when God sees the humbling down of Ahab, he says it will not happen in his time, but in his son's time over there. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മക്കളും എല്ലാവരും നശിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പുരുഷപ്രജ മരിക്കുന്നതും ഇതുപോലുള്ള കഠിനമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട എത്രമാത്രം വേദന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവും. Shall we think for a minute over here, in our time when we are living in this present age and time, in our families, if all the males in the family die, in such a situation happens, how are we going to tolerate that? എന്നാൽ ഈ ആഹാബ് തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ദൈവം ചെയ്യുന്നത് ഒരു വലിയൊരു കാര്യമല്ലേ ശരിക്കും? When Ahab humbled down, there we see God working a bigger action over there. ദൈവം പറയാണ്, ഇതൊന്നും എന്ത് സംഭവിക്കില്ല, ഇതൊക്കെ ആഹാബിന്റെ ജീവകാലത്ത് സംഭവിക്കാൻ അരുളി ചെയ്ത കാര്യങ്ങളാണ്. But there we understand how God who said this is going to happen in Ahab's time, but this is going to be changed over എന്നാൽ there. അതേ ദൈവം തന്നെ അരുളി ചെയ്യാണ്, ഇതൊന്നും നിന്റെ ജീവകാലത്ത് എന്ത് ചെയ്യില്ല, The same God who said the same things is happening in Ahab's time, it will not happen in his time. Verse 29. ഇത്രയും ദുഷ്ടനായിട്ടുള്ള അല്ലെങ്കിൽ ബൈബിളിൽ പേരെടുത്ത് പറയുന്ന രണ്ട് വ്യക്തികളാണ് നെബോത്തിന്റെ മകനായിട്ടുള്ള യെരോബയാം, പിന്നെ രണ്ടാമത്തവനാണ് ആഹാബ്. There we read about two people who are wicked in front of God, who provoke God to anger, Jeroboam and Ahab, and still God shows mercy to Ahab over here. എന്നാൽ ഈ വ്യക്തിയോടും ദൈവം എത്ര കരുണയുള്ളവനാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. We see the kindness of God to Ahab into the situation. നമ്മൾ ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ ആഹാബ് നമുക്ക് വലിയൊരു എന്താ പറയാ, പഠിക്കാനുള്ള ഒരു പാഠമാണ് ആഹാബ്. We see there is a lesson to study and learn from Ahab over here. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ കുറവുള്ളവരാണ്. We have many shortcomings in our day-to-day life. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളെ തന്നെ താഴ്ത്തുവാൻ
നമുക്ക് വളരെ മടിയാണ്. But we find it hesitant to come down and lower down ourselves in front of God. രണ്ട് തരത്തിലൊരു വ്യക്തിക്ക് തന്നെ താഴ്ത്താൻ സാധിക്കും. There are two ways a person can lower himself down in front of ഒന്ന് God. ദൈവത്തിന് മുമ്പിൽ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു, രണ്ടാമത്തെ മനുഷ്യരുടെ മുമ്പിൽ തന്നെ താഴ്ത്തുന്നു. There are two ways man can do it. One is by humbling down in front of God, and second is humbling down in front of man. ഈ രണ്ട് കാര്യവും വളരെ കൃത്യമായിട്ടുള്ള ഒരു മാതൃകയോടെ ചെയ്തു പോയതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. These two things practiced by our Lord Jesus Christ. അത് ദൈവം ചെയ്തിരിക്കുന്നത് നമുക്ക് മാതൃകയാക്കാനാണ്. This is a model that God showed through Jesus Christ for us to follow. നമ്മൾ താഴ്ത്തുന്നില്ലെങ്കിൽ, നമ്മളെ തന്നെ താഴ്ത്തുവാനായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുന്നില്ലെങ്കിൽ, പിന്നീട് അതിങ്ങനെ നമ്മൾ വിട്ട് അവസാനം നമുക്കത് നമ്മളെ തന്നെ താഴ്ത്തുവാനുള്ള ആ ഒരു പേജ് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് എന്ത് ചെയ്യും, മാറിപ്പോകും. What happens when we fail to lower ourselves down? We become so insensitive that we fail to look with lowering ourselves down in front of God. അവസാനം ആഹാബിനെ പോലെ ഒരു വലിയൊരു ദുഃഖപാത്രമായിട്ട് നമ്മൾ മാറേണ്ടി വരും. And finally, like an Ahab, we will become a vessel of sadness, a vessel of wrath in front of God. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നെങ്കിൽ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള കാര്യമാണ്. ദൈവം പ്രസാദിക്കുന്നവനാണ്, ദൈവം കരുണയുള്ളവനാണ്. ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും, നമ്മളോട് അത്രയും കരുണയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലും അത് നമുക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. But if we are ready to lower ourselves down, God is pleased with our action, God is pleased with our life, and He will enable us, prepare us, empower us for a better tomorrow. സമയം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു പാർട്ട് മറന്നു പോകാതെ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം, ഈ പ്രസംഗിക്കുന്ന ഞാനടക്കം വളരെ കുറവുള്ളവനാണ്. നമ്മുടെ കുറവുകൾ കണ്ട് അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടൊപ്പം ഒരു പാർട്ടായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ ദൈവം വളരെയധികം പ്രസാദിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് തന്നെ വരും കാലങ്ങളിൽ നമ്മുടെ തന്നെ ആത്മിക അഭിവൃദ്ധിക്ക് അത് ഉതകുന്നതാണ്. അതെല്ലാവർക്കും ഒരു പാഠമാക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ ഒരു വ്യക്തിയെ ഈ ബൈബിളിൽ തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. What we learned this evening is a small subject, but speaks in volumes regarding how we should lower ourselves down. Shall we, in our prayerful life, lower down in front of God, humbling ourselves down? And this is a lesson which we can practice in our prayerful life, even for me and for my personal life. For our prayerful lives to move forward with humbleness, God will be pleased and He will reward us accordingly, empower us for tomorrow when we humble ourselves down. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the Lord bless everyone. God bless all of you.